ഈ രാവിലെ തന്നെ നമ്മുടെ ഇതാ ലൊക്കേഷനൊക്കെ നോക്കിയിട്ട് നേരെ ഒരു ഹാഫ് ആൻ അവർ നടന്നിട്ടാണ് നമ്മുടെ കൊച്ചുവേളിയിലോട്ട് എത്തിയതാണ്. ട്രെയിനിലാണ് കയറിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടയർഡ് ആയതുകൊണ്ട് ഒരു ജ്യൂസൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫേവറേറ്റായ മാങ്ങ ഉപ്പിലിട്ടതും നമ്മൾ അടിച്ച് അത് കഴിഞ്ഞ് ടിക്കറ്റ് എടുത്ത് അതിൻ്റെ എൻട്രി ഫീസൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ കൊച്ചുവേളിക്കകത്തോട്ട് എൻട്രി ആയി. എന്ത് ഭംഗിയാണ്! അകത്തെ വ്യൂ കാണാൻ നല്ലൊരു ഭംഗിയും നല്ലൊരു അറ്റ്മോസ്ഫിയറും ഉണ്ട്. ചുറ്റി നോക്കാൻ ഒത്തിരി സമയമുണ്ടെങ്കിലും ഞങ്ങൾ എത്തിയപ്പോഴത്തേന് ഈവനിങ് ആയതുകൊണ്ട് തന്നെ അധികം ചുറ്റി നോക്കാൻ പറ്റിയില്ല. എന്നാലും കിട്ടിയതത്രയും ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് നമ്മുടെ എൻട്രി പോയിൻ്റൊക്കെ കഴിഞ്ഞ് നല്ല പ്രകൃതിരമണീയമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇതാ കുറേ സമയം അത് ആസ്വദിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്യുമ്പോഴത്തേനും ഒരു പാലമുണ്ട്. പാലമൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ പോകാൻ. പാലം തന്നെ പ്രത്യേകിച്ച് ഒരു രീതിയിലാണ് നിർമ്മിച്ചത്. ഞാൻ പാലം ക്രോസ് ചെയ്തിട്ട് അതിൻ്റെ വ്യൂ ഒക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മളിത് പാലമൊക്കെ ക്രോസ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ രണ്ട് സൈഡും പാലമുണ്ട്. മുകളിലത്തെ പാലം എന്തോ പണി നടക്കുകയാണെന്ന് തോന്നുന്നു. എന്നാൽ ഇതാണ് നമ്മുടെ വ്യൂ. പാലം ഇങ്ങനെയാണ് നമ്മുടെ പാലമൊക്കെ പണിതിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ പോയിൻ്റായിട്ട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡ് നോക്കിയാൽ ഫുള്ള് ബീച്ചിൻ്റെ ഭാഗത്തോട്ടുള്ള വഴിയാണ്. ഒരു കായലും അതുപോലെ തന്നെ ബീച്ചും കൂടെ ചേർന്ന് വരുന്ന ഒരു ഭാഗമായിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തോട്ട് ഇപ്പോൾ ചുമ്മാ വെറുതെ നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ഫ്ലൈറ്റിൻ്റെ ഇതൊക്കെയുണ്ട്. അതുപോലെ തന്നെ പല രീതിയിലുള്ള കാണാനുള്ള കുറേ കാഴ്ചകളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ഗെയിംസൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനകത്ത് ഗെയിംസ് കളിക്കാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. എന്തോ കളിച്ചതെല്ലാം ചീറ്റിപ്പോയി. ഒന്നും തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ശരി, അതും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പിന്നെയും ഒരു ഐസ്ക്രീം കുടിച്ചിട്ട് അവിടെ നിന്ന് ചേട്ടനോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് പോവുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ബീച്ചിങ് പോയിൻ്റ്. ബീച്ചിങ് പോയിൻറ്റിൻ്റെ അകത്തേക്ക് കയറുമ്പോഴത്തേനും കുതിരകളൊക്കെ സവാരിക്ക് വേണ്ടിയിട്ട് ഇട്ടിരിക്കും. പെർ ഹെഡ് 100 റുപ്പീസാണ്. അപ്പോൾ സവാരി നമുക്ക് ഏകദേശം ഹാഫ് ആൻ അവറോ എന്തോ സംതിങ് നമുക്ക് അവർ ഇവിടെ ബീച്ചിൽ ചുറ്റും കാണിച്ചു തരും. ഒരു റൗണ്ട് കൊണ്ട് കാണിച്ചു തരും. അത് ഈവനിങ് ടൈം ആയതുകൊണ്ട് നല്ലൊരു വ്യൂവും നല്ല കാം ആൻഡ് ക്വയറ്റും ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഒരു ഈവനിങ് സമയം നമുക്ക് ഇതുവരെ പോയ ഒരു കാമായിരിക്കും. അതുപോലെ ഉച്ച സമയത്ത് പോയാൽ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വലിയൊരു ആസ്വാദമായിട്ട് തോന്നില്ല. ഈവനിങ് സമയമായതുകൊണ്ട് ഇത് നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ നമ്മൾ വ്യൂ സീനറിയൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ചിട്ട് പിന്നെയും റിട്ടേൺ നമ്മൾ കൊച്ചുവേളിയോട് ഗുഡ് ബൈ പറഞ്ഞ് ട്രൈബൽ ട്രാക്കിൻ്റെ അവിടെ കൂടെ തന്നെ നമ്മൾ തിരിച്ച് ഇത് ടോയ് ട്രൈബൽ ട്രാക്കാണ് കേട്ടോ. ഇത് കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇതിൽ നമുക്ക് സവാരി ചെയ്യാം, വലിയവർക്ക് ചെയ്യാം. ഇവിടെയൊക്കെ ചുറ്റി കാണാനുള്ളത്. നമ്മൾ പോയപ്പോൾ അതിന് ആ ട്രെയിൻ ഫെസിലിറ്റി ഇല്ലായിരുന്നു. ജസ്റ്റ് നമ്മൾ കണ്ടിട്ട് ഇങ്ങ് പോകുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഇതൊക്കെ കണ്ടിട്ട് റിട്ടേൺ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു വ്യൂ ആണ്. നല്ലൊരു